ഇന്നൊരു വെറൈറ്റി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് പറയാൻ പോണത്. സാമ്പാർ ചീര. ഇവിടെയൊക്കെ അതിന് സാമ്പാർ ചീര എന്നാണ് പറയുക. ഓരോ നാട്ടിലും എന്താ പറയുക എന്നറിയില്ല. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. ഇത് നല്ലോണം വൃത്തിയായിട്ട് കഴുകി നുറുക്കി വയ്ക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് പരിപ്പ് ചേർക്കണം. പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിരുന്നു, അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഈ പരിപ്പൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചീരയൊക്കെ ചേർത്ത് കൊടുക്കുക. ചീര എല്ലാവർക്കും നല്ലതാണ്. ഷുഗറോ പ്രഷറോ ഒന്നും പ്രശ്നമില്ലാത്തതാണ് ചീര. പച്ചക്കറി ഐറ്റം അല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം, ഇഷ്ടമാവും എല്ലാവർക്കും. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പാകത്തിന് പുളി. അത് ചിലർക്ക് പുളി വേണം, ചിലർക്ക് പുളി കമ്മി മതിയാവും. അതുകൊണ്ടാണ് പാകത്തിന് എന്ന് പറഞ്ഞത്, ഓരോരുത്തരുടെ അളവിനനുസരിച്ച്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം അധികമൊന്നും വേണ്ട, ഇലയല്ലേ, അതുകൊണ്ട് പാകത്തിന് മതി വെള്ളം ഒഴിക്കുക. ഇതാ ഇത്രയും മതി വെള്ളം. ഇനി ഇത് അടച്ച് വയ്ക്കുക. കുക്കറിൽ വെക്കണമെന്നില്ല, പക്ഷേ ഗ്യാസിന് ചിലവ് കമ്മിയാവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുക്കറിൽ വയ്ക്കുന്നത്. ഒരു 2 വിസിൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ട മല്ലിയൊക്കെ വറുത്തെടുക്കാം. മല്ലി, മുളക്, ഉലുവ, 3ഉം ആദ്യം ഒന്ന് വറക്കുക. കായ ഉണ്ടെങ്കിൽ, കട്ടിക്കായ ആണെങ്കിൽ അത് വേറെ തന്നെ വറുത്തെടുക്കണം കേട്ടോ. ലേശം എണ്ണയൊക്കെ ഒഴിച്ചിട്ട്. മല്ലിക്കൊന്നും എണ്ണ ഒഴിക്കേണ്ട, അതുകൊണ്ടാണ് ഇത് മാത്രം വറുക്കണത്. ഞാൻ പിന്നെ കായം പൊടിയാണ് ചേർക്കുന്നത്, കട്ടിക്കായ അല്ല ചേർക്കുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് കൂട്ടത്തിൽ തന്നെ ഇടാം. ഇതൊന്നിങ്ങനെ മൂത്ത് ഒന്ന് പൊട്ടണ പരുവത്തിലാവുമ്പോൾ നമുക്ക് അതിലേക്ക് നാളികേരമൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് നാളികേരം ചേർത്താൽ മതി, അധികം വേണ്ട. പരിപ്പിട്ടതുകൊണ്ട് തന്നെ കൂട്ടാൻ കൊഴുപ്പുണ്ടാവും. അതുകൊണ്ട് അധികം നാളികേരം ചേർത്താൽ ഒന്നും കൂടി കട്ടിയായി പോകും. കുറച്ച് കായം പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട് സാമ്പാർ പൊടി. ആ പൊടി ലേശം ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളകൊക്കെയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് കുറച്ച് കളറുണ്ടാവും കൂട്ടാനിലേക്ക്. നാളികേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വിസിൽ വെയിറ്റൊക്കെ എടുക്കാം, അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ച മസാല ചേർക്കാം. ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ
നമുക്കതിലേക്ക് കടുക് വറുത്തിടാം. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വറ്റൽമുളകും കടുക് ഒക്കെ ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൂട്ടാനിലേക്ക് ചേർക്കാം. അത്രയേ ഉള്ളൂ. സാമ്പാർ ചീരയുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് അടിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്സ്.